അർജുൻ പോയിന്ന് ഉറപ്പാണോ വിജി? അതേന്ന് ഞാൻ എല്ലായിടും നോക്കി. ഔട്ട് ഹൗസ് അടച്ചിട്ടിരിക്കുക, അതിനകത്ത് ആരുമില്ല. അയ്യോ, അപ്പൊ നമുക്ക് വേണ്ടി ഇനി സാക്ഷി പറയാൻ പോലും ആരുമില്ലെന്ന് സാരം. ഇനി അങ്കിളിന്റെ കാലിലോട്ട് വീഴാന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല ചേട്ടാ. ഏയ്, അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല വിജി. ക്ഷമയും വിട്ടുവീഴ്ചയൊന്നും അങ്കിളിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. അമ്മു നിർബന്ധിച്ചിട്ടാണെന്ന് പറയാം. എങ്കിൽ എന്തുകൊണ്ട് അപ്പൊ തന്നെ ആ കാര്യം അങ്കിളിനെ അറിയിച്ചില്ലാന്ന് ചോദിക്കും? ഏത് നേരത്താണോ നമുക്ക് ഈ തലതിരിഞ്ഞ ബുദ്ധി തോന്നിയത്? ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുകയും ചെയ്തു. ഓഹ്, അവസാന നിമിഷം ഇതൊക്കെ ഇങ്ങനെ മാറി മറിയുന്ന ആര് വിചാരിച്ചു? നമ്മുടെ കണ്ടകശനി. ശനിദശ പഠിച്ചോണ്ടിരിക്കാതെ എന്തോ ചെയ്യുമെന്ന് ആലോചിക്ക് ജയേട്ടാ. ഇനി എന്തോന്ന് ചെയ്യാൻ, വരുന്നത് അങ്ങ് അനുഭവിക്കുക. ജയ, എടാ ആകെ കുഴപ്പമായി. എന്താ അമ്മേ? നരേന്ദ്രൻ വിളിക്കുന്നു, എല്ലാരും കൂടി ഹാളിലേക്ക് ചെല്ലാൻ. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എല്ലാവരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്കിളുടെ മുഖം കണ്ടിട്ട് എങ്ങനെയുണ്ട്? വലിയ ദേഷ്യത്തിലാണോ? അവന്റെ മുഖം കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാവോ? ഏത് സമയത്തും കരിങ്കല്ല് പോലെയല്ലേ. എല്ലാവരെയും കൂടി ഒറ്റയടിക്ക് ശിക്ഷിക്കാനായിരിക്കും. എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. അമ്മ ദേവനെയും കൂടി ഒന്ന് വിളിക്കും. എന്ത് സംഭവിച്ചാലും നമുക്ക് ഒന്നിച്ചു തന്നെ നിൽക്കണം. എന്നോട് പറയാനുള്ള മറുപടിയും മൊഴികഴിവുകളും ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? കള്ളത്തരങ്ങൾ ആലോചിക്കാനും തന്ത്രം മെനയാനും ഒക്കെ ഒരു രാത്രി മുഴുവനും നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നല്ലോ. പെട്ടെന്നൊരു ഉത്തരത്തിന് വേണ്ടി ആലോചിച്ച് തലപോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. ഏതെങ്കിലും ഉത്തരമോ എക്സ്ക്യൂസോ എനിക്ക് കേൾക്കുകയും വേണ്ട. എല്ലാവരും ഈ വീട് വിട്ട് ഇന്ന് തന്നെ ഇറങ്ങിക്കൊള്ളണം. ആരെയും എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഞാൻ സമയം തരും. നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനാണത്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതും നിങ്ങളുടെ സ്വകാര്യ ഉപയോഗത്തിനുള്ളതുമായ സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ നരേന്ദ്ര നീ ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്യുന്നേ? ഞാൻ നിങ്ങളോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ എന്നോടും ചോദ്യങ്ങളൊന്നും വേണ്ട. ഓരോരുത്തരും പറഞ്ഞതും പ്രവർത്തിച്ചതും ഉൾപ്പെടെ എല്ലാവരുടെയും പങ്കെനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. അങ്കിളെ, ഞങ്ങൾക്കൊരു അബദ്ധം. ശബ്ദിക്കരുത്. ഈ വീട്ടിലോ കോമ്പൗണ്ടിലോ വെച്ച് നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാനിട വരരുത്. കൃത്യം 60 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ നിഴല് പോലും ഇവിടെ കാണാൻ പാടില്ല. പാല് തരുന്ന കൈക്ക് കൊത്തുന്ന ഒരു വിഷസർപ്പത്തെയും ഞാൻ ഇവിടെ വളർത്തുന്നില്ല. ഈ ഒരു തവണത്തേക്ക് ഞങ്ങളോടൊന്ന് ക്ഷമിച്ചൂടെ? ശബ്ദിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് വിജയയോടും കൂടിയാ. 1 മണിക്കൂർ എന്റെ വാക്കിന് മാറ്റമില്ലാത്തതുപോലെ സമയത്തിന് മാറ്റമില്ല.
കുറച്ച് കാഷ്വൽ ഡ്രസ് കൂടി എടുത്ത് വെക്കണം. ടീഷർട്ടും മുണ്ടും മതി. മതി. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ. 3-4 സാരി മതിയല്ലോ. നീ ചുരിദാർ ഇടാറില്ലേ? ഇട്ട് നോക്കണം. നമുക്ക് പോകുന്ന വഴി വാങ്ങിക്കാം. വേണ്ടതൊക്കെ ആയില്ലെന്ന് നോക്കിയേ. എന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. അതിന് നീ കുറവ് വരുത്തില്ലെന്ന് എനിക്കറിയാം. അഥവാ കുറവ് വന്നാലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ്. നീ ചെന്ന് ശീതൾ റെഡിയായോ നോക്ക്. വേണ്ടതൊക്കെ എടുക്കാൻ പറയണം. കുട്ടിയല്ലേ, പലതും മറന്നുപോകും. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാൽ മടങ്ങി വരൂ. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ. 5-6 ജോഡി ഡ്രസ്സ് മതി. തികയാതെ വന്നാ നമുക്ക് വാങ്ങിക്കാം. എല്ലാം കൂടി വാരി വലിച്ച് കുത്തി നിറയ്ക്കുന്നതിനാണോ പാക്കിംഗ് എന്ന് പറയുന്നത്? ഓരോന്നും ഭംഗിയായി അടുക്കി വെക്കണ്ടേ? ഇങ്ങി കൊണ്ടുവാ, ഞാൻ കാണിച്ചുതരാം. മോള് വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ എന്ത് ഭംഗിയാ. ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുമ്പോഴും അങ്ങനെ ഭംഗിയായും ക്രമമായും ചെയ്യണ്ടേ? സാരമില്ല, അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. പഠിക്കാൻ ഒരുപാടുണ്ട്. ഒക്കെ നമുക്ക് സാവകാശം പഠിക്കാം. ആ, ഇനി ഡ്രസ്സ് മാറിക്കോ. ഞങ്ങള് റെഡിയായി കഴിഞ്ഞു. എന്റെ ചേട്ടൻ കയ്യിൽ കിട്ടുന്ന എന്തേലുമൊക്കെ എടുത്ത് വെക്ക്. 1 മണിക്കൂറാ അനുവദിച്ചിരിക്കുന്ന സമയം. നമ്മുടെ സമയം മോശമാവിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഇങ്ങനെ സമയദോഷം പറഞ്ഞോണ്ടിരുന്നു. കത്തുന്ന പോരയിൽ നിന്ന് ഊരുന്ന കഴുകോട് ലാഭമെന്നാ. ഇനി എന്തായാലും ഇവിടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഉള്ള സമയത്ത് എന്തേലും കൈക്കലാക്കാൻ നോക്ക്. എടുക്കാനുള്ളതൊക്കെ എടുത്തോ അമ്മേ? എനിക്കെന്താ അധികം എടുക്കാനുള്ളത്? കുറച്ച് ഡ്രസ് ഉണ്ടായിരുന്നു, അതെടുത്തു. അമ്മയുടെ ബാഗില് ഇനി സ്ഥലമുണ്ടോ? എന്തിനാ വിജിതേ ഉള്ള പഴയ ഡ്രസ്സൊക്കെ കുത്തി നിറച്ചോണ്ട് പോകുന്നത്? അതും കൂടി എടുത്ത് അവനും അവൾക്കും തൃപ്തിപ്പെടട്ടെ. അമ്മേ, അമ്മ കുറച്ച് നല്ല പാത്രങ്ങൾ എടുത്ത് ബാഗിലോട്ട് വെക്ക്. വെള്ളിയുടെയൊക്കെ നല്ല 1-ാം തരം ഡിന്നർ സെറ്റ് ഇരിപ്പുണ്ടെന്നേ. എന്റെ വിജയ അല്പലാഭത്തിന് വേണ്ടി പെരിഞ്ചേതം ഉണ്ടാക്കി വെക്കല്ലേ. അങ്കിൾ ചിലപ്പോ നമ്മുടെ ലഗേജ് ഒക്കെ പരിശോധിച്ചുന്നിരിക്കും. ഓ, പിടിച്ചാൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കണം. നമ്മളെ ജയിലിടാനൊന്നും പോകുന്നില്ലല്ലോ. അഥവാ കണ്ടുപിടിച്ചില്ലെങ്കിലും പിന്നീട് സർവൻസ് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇനി മോഷ്ടാക്കളാണെന്നുള്ള പേരും കൂടി കേൾക്കണോ? ഓ, ഇനി അങ്കിളിന്റെ വക ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. എടി, തൽക്കാലം ഒരു ദേഷ്യത്തിന് അങ്കിൾ ഇറങ്ങി പോകാൻ പറഞ്ഞെങ്കിലും എന്തെങ്കിലും തിരിച്ചു വിളിക്കാൻ ഒരു സാധ്യതയുണ്ട്. ആ വഴി നമ്മളായിട്ട് അടയ്ക്കണോ? ഇനി നമ്മുടെ മുന്നിൽ അടയാത്തതായിട്ട് ഒരു വഴിയേ ഉള്ളൂ, പെരുവഴി. എന്നാലും നരേന്ദ്ര, നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്റെ ചേച്ചിയും മക്കളും എന്നോടിത് ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല.
ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തക്ക പാവമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല നരേന്ദ്ര. വീട്ടിൽ നിന്ന് മാത്രമല്ല ചേച്ചി, എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഞാൻ ഇറക്കി വിടുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവരുത്. നാട് നീളെ നീ അലഞ്ഞു തിരിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെറും കൈയോടെയല്ല വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കാണ് ആദ്യം മനസ്സിലായത്. പിന്നെ ചേച്ചിയും മക്കളും ചേർന്ന് തന്നെ സ്വീകരിക്കുകയല്ല ചെയ്തേ, ഞാൻ നിങ്ങളെ സ്വീകരിക്കുക ചെയ്തേ. വെറുതെ അല്ലല്ലോ, അന്ന് അങ്കിളിന് ഒരു കുടുംബത്തിന്റെ ലേബല് വേണമായിരുന്നു, ഞങ്ങളുടെയൊക്കെ സഹായം വേണമായിരുന്നു. നീ പ്രത്യേകിച്ച് ഒരു ലേബലും എന്നെ നെറ്റിക്കൊട്ടിച്ചില്ലെങ്കിലും നരേന്ദ്രൻ നമുക്ക് ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ജേട്ടനും ദേവിനും ഒക്കെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാ അങ്കിളുടെ എസ്റ്റേറ്റും കമ്പനിയൊക്കെ ഇത്രയും വളർന്നത്. ജയനും ദേവനും ഒക്കെ കമ്പനി വളർത്തുകയല്ലേ ചെയ്തേ, പറ്റാവുന്നത്ര തളർത്തി. എനിക്കിതൊന്നും മനസ്സിലായില്ലെന്ന് വിചാരിക്കരുത്. എവിടം വരെ പോകുമെന്ന് നോക്കുമായിരുന്നു ഞാൻ. പിന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് രാപ്പകൽ കഷ്ടപ്പെടുന്നതും തല പോയിക്കുന്നതും എന്തിനായിരുന്നെന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലം വേണമല്ലോ, അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞേ. സ്വന്തം കൂടപ്പിറപ്പിനെയാ നരേന്ദ്ര നീ ഇറക്കി വിടുന്നത്, അതും സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ചേച്ചിയെ. കൂടപ്പിറപ്പിന്റെ സ്നേഹവും ആത്മാർത്ഥവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിനക്ക് പലതും മനസ്സിലായിട്ടില്ല നരേന്ദ്ര. പണം കണ്ട് നിന്റെ കൂടെ കൂടിയിരിക്കുന്നവരൊക്കെ ഏത് നിമിഷവും നിന്നെ ഇട്ടിട്ട് പോകാം. കഴിഞ്ഞ രാത്രിയില് അത് മനസ്സിലായല്ലോ. അത് മാത്രമല്ല വിജിതേ, എനിക്കെല്ലാം മനസ്സിലായി. അതിനു മുൻപുള്ള രാത്രികളിൽ നടന്ന ഗൂഢാലോചനയും ചരടുവലികളും എല്ലാം. എന്നാലും നരേന്ദ്ര, ഒരു ശിക്ഷ വിധിക്കുമ്പോ കുറ്റം ചെയ്ത എല്ലാവരെയും ശിക്ഷിക്കണ്ടേ? അതല്ലേ ന്യായം? ഞങ്ങളെല്ലാം ശിക്ഷിക്കാൻ ഉത്സാഹിക്കുന്ന നീ ഇവളെ എന്താ ശിക്ഷിക്കാത്തത്? ഇവളല്ലേ ഇന്നലെ രാത്രി കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ ഇറങ്ങി തിരിച്ചത്? ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് കൂട്ടുന്ന ഞങ്ങളെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയാണോ? നിങ്ങളെന്നെ ശരിയും തെറ്റൊന്നും പഠിപ്പിക്കണ്ട. എനിക്ക് എന്റേതായ ഒരു ശരിയും തെറ്റുമുണ്ട്. എങ്കിലും എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ നരേന്ദ്ര? നീ എവിടുത്തെ നീതിമാനാ? ഞാൻ ദുഷ്ടനും ക്രൂരനും ക്രിമിനലും ഒക്കെ ആണെന്നും നീതിയും ന്യായവും ഒന്നും തൊട്ടു തീണ്ടാത്തവനാണെന്നും അല്ലേ ഇത്രയും നാളും കാണുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടേ. നിങ്ങളുടെ കാര്യത്തിലെങ്കിലും അത് ശരിയായിട്ട് വരണമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിനൊരു വിലയില്ലാതായി പോവും. എന്തായാലും നന്നായി നരേന്ദ്ര, നീ ഞങ്ങളോട് ഇത് തന്നെ ചെയ്യണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ദേവരായനവിടെ? അവനൊന്നും പറയാനില്ലേ? ഇറങ്ങിപ്പോകാൻ നീ പറഞ്ഞതറിഞ്ഞപ്പോഴേ അവൻ എവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്കും ഉണ്ട് മാനാഭിമാനങ്ങളൊക്കെ. അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ഞാനും ചേട്ടനും ഇത്രയും നേരം ഇവിടെ നിന്നത്. ഇനി നിങ്ങളെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല. എല്ലാരും പുറത്തേക്ക് ഇറങ്ങാം, എനിക്ക് ഈ വീട് പൂട്ടണം. നിങ്ങളിന്ന് കാറ് കയറുക. ഒറ്റ കാരണമാടി ഞങ്ങൾക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. കൂടെ നിന്നോണ്ട് നീ ഞങ്ങളെല്ലാം ചതിച്ചു അല്ലേടി? ആ അർജുനോട് നീ കൊടും ചതിയല്ലേ കാണിച്ചത്?
അവനുണ്ടായിരുന്ന ജോലിയും കൂടി നഷ്ടപ്പെട്ടു. രായ്ക്ക് രാമാനെ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. അങ്കിള് തന്ന പെട്ടി എടുത്തോണ്ട് അർജുന്റെ കൂടെ പോകായിരുന്നല്ലോ. എവിടെ ചെന്നാലും സുഖമായിട്ട് ജീവിക്കാനുള്ള വക അതിനകത്തുണ്ടായിരുന്നല്ലോ. പോരാത്തതിന് കൂട്ടിന് കാമുകനും. ആ പണവും സ്വർണവും എടുത്തോണ്ട് ഞാൻ അർജുനേട്ടന്റെ കൂടെ പോയാ പിന്നെ ഞാൻ ആരാ? എന്റെ അഭിമാനത്തിന് എന്താ വില? അഭിമാനം ഭർത്താവിനെ ഉറക്കിക്കടത്തിയിട്ട് രാത്രി കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നവൾക്ക് എവിടെയാടി അഭിമാനം? പണം വേണ്ടെങ്കിൽ ഒന്നും എടുക്കാതെ അർജുന്റെ കൂടെ പോയായിരുന്നല്ലോ. ഞാൻ പോവാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാം എനിക്ക് വിട്ടുതന്ന ആ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യണം? ആ മനസ്സ് ഞാൻ കാണണ്ടേ? അതിനൊരു വിലയുമില്ലേ? ഒടുവിൽ വിലയില്ലാത്തവരായി തീർന്നതും എല്ലാം നഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക്. നിന്നെ സഹായിക്കാൻ ശ്രമിച്ചു എന്നൊരൊറ്റ കുറ്റമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതും നിന്റെ കണ്ണീര് കണ്ട് മനസ്സലിവ് തോന്നിയിട്ട്. നിങ്ങൾ ചെയ്ത സഹായം എന്നോടുള്ള ദയ കൊണ്ടൊന്നും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആ സമയത്ത് ഏറ്റവും ശരിയാണെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എനിക്ക് തെറ്റിപ്പോയിന്ന് ഇപ്പോഴും തോന്നുന്നുമില്ല. ഞങ്ങൾക്കടി തെറ്റിപ്പോയത്. നിന്നെ വിശ്വസിച്ചത് തന്നെയാ ഞങ്ങളുടെ കയ്യിലെ തെറ്റ്. സഹായിക്കാൻ നോക്കിയതേ അതിനെക്കാളും വലിയ മണ്ടത്തരം. പോകുന്നില്ലേ? ഗേറ്റ് പൂട്ടണം. ഇവിടെ ജോലിക്കാരില്ലേ, അവര് പൂട്ടിക്കോളും. ഞാൻ പറഞ്ഞ 1 മണിക്കൂർ എന്ന സമയപരിധി കഴിയാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാനല്ല, ഈ ഗേറ്റിന് വെളിയിൽ ഇറങ്ങാനാ ഞാൻ ഇത്രയും സമയം അനുവദിച്ചത്. വണ്ടി കയറ്. എടി, നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി. ഞങ്ങളോട് ചെയ്തതിനൊക്കെ നീ എണ്ണി എണ്ണി അനുഭവിക്കും. നോക്കിക്കോ. വണ്ടി എടുക്ക. എന്തിനാടാ നീ പിന്നെ വന്നത്? മഹിമ ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നേ, എവിടെ പോണോന്ന്. മഹിമ വിളിച്ചാ നീ ഉടനെ ഓടി വരുവോ?
നിന്നോട് ഈ മുറ്റത്ത് കാലുകുത്തരുത് ഞാൻ പറഞ്ഞിട്ടില്ലടാ. ആരെങ്കിലും ഓട്ടം വിളിച്ചാ ടാക്സിക്കാർക്ക് പോയല്ലോ നോക്കൂ. അതല്ലേ ഞങ്ങളുടെ ചോറ്. പാലപ്പിടിക്കല് ഓട്ടം കിട്ടിയിട്ട് നീ അങ്ങനെ ചോറുണ്ണണ്ട. അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. എങ്കിൽ പിന്നെ എന്റെ ടാക്സി കൂലിങ്ങതാ, ഞാൻ തിരിച്ചു പോയിക്കോളാം. ആഹാ, അത് കൊള്ളാലോ. വണ്ടി ഓടാതെ തന്നെ ടാക്സി കൂലിയോ? ഇവിടം വരെ ഓടിയാ വന്നത്, തിരിച്ചും പോണ്ടേ. പച്ചവെള്ളം ഒഴിച്ചല്ലേ ഇത് ഓടിക്കുന്നത്, ഡീസലാ. പാലപ്പടിക്കലെ പൈസ കൊണ്ടേ നീ അങ്ങനെ ഡീസൽ അടിക്കണ്ട. മഹി വിളിച്ചിട്ടാ ഞാൻ വന്നത്. എനിക്ക് അത്രയ്ക്ക് ഉപകാരം ചെയ്തിട്ടുള്ള കുട്ടിയാ. മഹി വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. മഹിയോ? ചെല്ലപ്പേര് വിളിക്കാൻ നീ അവളുടെ ആരാടാ? അയ്യോ, ഞാനൊരു പാവം ടാക്സി ഡ്രൈവറാ, സ്നേഹം കൊണ്ട് വിളിച്ചു പോയതാ. എങ്കിലേ നീ ഇവിടെ നിൽക്ക്, ഞാൻ ചെന്ന് മഹിയെ വിളിച്ചോണ്ട് വരാം. അതെ, ഇങ്ങനെയാ വേണ്ടത്. വൈകിയാലേ വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. നിനക്ക് ഞാൻ വെയിറ്റിംഗ് ചാർജ് തരുന്നുണ്ട്, നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മോനെ, മോനെ ഹരിക്കുട്ടാ, എടാ മോനെ. ഓ, ഇവനൊന്ന് വിളിച്ചാലും കേക്കില്ലല്ലോ. എന്തൊരു കഷ്ടാ നോക്കി. ഹരിക്കുട്ടാ, എന്താ മാം? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഒരു പ്രശ്നമുണ്ട്. എന്താ മാം? എടാ, ആ ടാക്സിക്കാരൻ പിന്നെയും വന്നിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് അവൻ മഹിമയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്നൊന്ന് അറിയണ്ടേ? അത് ചോദിക്കണ്ടേ? ആ, വിവരം അറിയണമല്ലോ. തീർച്ചയായും ചോദിക്കണം.